ഹലോ, നമ്മളിന്ന് വീണ്ടും പശുക്കൾക്കുള്ള പൈനാപ്പിൾ ലീഫ് എടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് വന്നപ്പോഴേക്കും നമുക്ക് മുമ്പ് വേറൊരു വണ്ടി വന്നിരുന്നു. ഒരു ബൊലേറോയുടെ പിക്കപ്പാണ്. അവർക്കൊരു 120 കെട്ട് കയറാനുണ്ട്. അപ്പോൾ ആദ്യം അവരുടെ വണ്ടി ലോഡ് ചെയ്യും, അതിന് ശേഷമേ നമ്മുടെ വണ്ടി ലോഡ് ചെയ്യത്തുള്ളൂ. സാധാരണ ഞാൻ വരുമ്പോൾ ഈ പൈനാപ്പിൾ വെട്ടുന്നത് അങ്ങനെ കാണാറില്ല. ഇപ്പോൾ കാര്യം ഞാൻ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഓൾറെഡി അവർ വെട്ടി കെട്ടിയൊക്കെ ഇട്ടേക്കുമായിരിക്കും, പെട്ടെന്ന് കയറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റി, നിങ്ങളെയും കാണിക്കാൻ പറ്റിയതിൽ സന്തോഷം. അങ്ങനെ ആ വണ്ടി ആദ്യം ലോഡ് ചെയ്തു. ആ ലോഡ് ചെയ്ത ശേഷം എനിക്കുള്ള 50 കെട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് അവരിൽ നിന്ന് 5 ഭായിമാരേ ഉള്ളായിരുന്നു. എന്നിട്ട് അവർ വേഗം തന്നെ വെട്ടി കെട്ടി എല്ലാം സെറ്റാക്കി. നമ്മളെ അധികം നേരം പോസ്റ്റ് അടുപ്പിച്ച് നിർത്തിയില്ല, പെട്ടെന്ന് വെട്ടി കെട്ടിയൊക്കെ തന്നു. ഞാനാണെങ്കിൽ പൈനാപ്പിൾ ലീഫ് കൊടുക്കാൻ തുടങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കാര്യങ്ങളെല്ലാം തിരക്കുന്നത് സോഷ്യൽ മീഡിയയിലാണല്ലോ. മെയിനായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. എൻ്റെ പഴയ പോസ്റ്റൊക്കെ നോക്കി എനിക്ക് ഇനിയിപ്പോൾ ചിരി വരും. പൈനാപ്പിൾ ലീഫ് കൊടുക്കുന്നത് കൊണ്ട് പശുക്കൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പോൾ ആളുകളിങ്ങനെ പറയും, പശുക്കൾ ചന പിടിക്കത്തില്ല, ചിലർ പറഞ്ഞു അബോഷനായി പോകും, ചിലർ പറഞ്ഞു ഈ പശുവിൻ്റെ വയറ്റിൽ കുടലിൽ പൈനാപ്പിളിൻ്റെ മുള്ളെല്ലാം കൊണ്ടിരുന്നിട്ട് കുറേ വർഷം കഴിയുമ്പോൾ ഇതിന് അൾസറൊക്കെ വരും, അല്ലെ മറ്റേ പ്രശ്നങ്ങളാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിരുന്നുണ്ട്. ഈ അഭിപ്രായങ്ങൾക്കെല്ലാം ഒടുവിൽ നമ്മൾ വീണ്ടും പൈനാപ്പിൾ ലീഫ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഇതിൻ്റെ അകത്തെ ഹൈലൈറ്റ്. നമ്മൾ ആദ്യത്തെ പശുക്കൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പാടത്ത് പോയി പുല്ല് ചെത്തിക്കൊണ്ട് വരുമായിരുന്നു. അന്ന് ഞാനും അമ്മയും കൂടെ ആയിരുന്നു പാടത്തെല്ലാം പോയി പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് വരുന്നത്. നമ്മുടെ കാറിലൊക്കെ കയറ്റിക്കൊണ്ട് വരും. നമുക്ക് ഈ മാക്സിമം ഒന്നും എടുത്തിട്ടില്ല, കാറിലൊക്കെ കയറ്റിക്കൊണ്ട് വന്ന് ഒരു 2 ദിവസം ഒക്കെ കൊടുക്കാനുള്ള പുല്ലാണ് ഒന്നിച്ച് കൊണ്ടുവരാറ്. അതിനുശേഷം നമ്മൾ കച്ചിയിലേക്ക് മാറി, അതിനുശേഷം നമ്മൾ സൈലേജിലേക്ക് മാറി. നമുക്കതൊന്നും അത്രയും സെറ്റായി കിട്ടിയില്ല. ഏറ്റവും ഒടുവിലാണ് ഈ പൈനാപ്പിൾ ലീഫിലേക്ക് വന്നത്. പൈനാപ്പിൾ ലീഫിൽ വന്നിട്ട് എനിക്ക് വന്നിപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. അടിപൊളിയാണ്, ചന പിടിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം പ്രശ്നമുള്ള 2 ഫീഡുകളാണ് കൊടുക്കുന്നത്. ഒന്ന് കേസിൻ്റെ സുപ്രീമാണ് പശുക്കൾക്കെല്ലാം കൊടുക്കുന്ന പെല്ലറ്റ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പൈനാപ്പിൾ ലീഫും. പക്ഷേ എങ്കിൽ എൻ്റെ പശുക്കൾക്ക് ശരീരം ക്ഷീണിക്കുകയോ അല്ലെങ്കിൽ ചന പിടിക്കാതിരിക്കുകയോ അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ വലിയ വണ്ടികളിൽ ഇതിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 120 കെട്ട് കയറ്റുന്നതായതുകൊണ്ട് ഇവരിങ്ങനെ ലാഡറൊക്കെ വെച്ച് മേളിലോട്ട് കയറ്റി പോകും. 120 ഒന്നും അല്ല, അതിൽ കൂടുതൽ കയറ്റുന്നവരുണ്ട്. ഈ വണ്ടിയിൽ ഇപ്പോൾ അത്രേ കയറ്റുന്നുള്ളൂ എന്ന് മാത്രം. ഇതുപോലെ കയറി അടുക്കും. ഭായിമാർ നല്ല സൂപ്പറായിട്ട് അടുക്കി കയറെല്ലാം വെച്ച് കെട്ടി സെറ്റാക്കി തരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ കുഴിയിലൊക്കെ പോയാലേ ഉള്ളൂ. ഇന്നത്തെ തോട്ടം എന്ന് പറഞ്ഞാൽ നല്ല നിരപ്പുള്ള ഒരു തോട്ടമായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ വണ്ടി താന്നു കേട്ടോ. വന്ന് കയറിയപ്പോഴേ വേറെ വണ്ടി ഓപ്പോസിറ്റ് വന്നു, അതിന് സൈഡ് കൊടുത്തതാണ്. സൈഡ് കൊടുത്തപ്പോഴത്തേനും മറ്റേ ഒരു റബ്ബറിൻ്റെ കുഴി പോലെ ഒരു കൊച്ചു കുഴി കിടപ്പുണ്ടായിരുന്നു, ഈ കുറ്റി ദ്രവിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈ വീല് പോയി. അങ്ങനെ വന്നപ്പോൾ തന്നെ വണ്ടി താന്നു പോയി. കുഴപ്പമില്ലായിരുന്നു, ഭായിമാരെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാവുന്നില്ല. അവർ തെള്ളിക്കയറ്റിയൊക്കെ തരും. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കയറ്റി കൈതൊക്കെ കെട്ടി അവിടുന്ന് ഇറക്കി വിടും. അങ്ങനെ ഒരു ധൈര്യമുണ്ട്. പിന്നെ ഈ വണ്ടികളും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കുഴിയിലൊക്കെ പോയാലും അവരൊക്കെ ഇത് വലിച്ചു കയറ്റിയൊക്കെ തരും. അതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല. അങ്ങനെ ഈ വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയായിരുന്നു. നമ്മുടെ വണ്ടിയും വേഗത്തിൽ അവർ ലോഡെല്ലാം കയറ്റി തന്നു. അങ്ങനെ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി, സാധനം എല്ലാം ഇറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി കഴിയുമ്പോൾ നമ്മുടെ മറ്റേ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ.